ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ടു കുട്ടീസ് വന്നിട്ട് ദേവട്ടി ഇന്ന് എത്തിയിട്ടില്ല. ദേവട്ടി കുളിക്കണല്ലോ. അപ്പോൾ ഞാൻ ഷത്താനും ഫസ്റ്റ്. ഓക്കെ, വിശേഷങ്ങൾ പറഞ്ഞാൽ ഞാൻ പാപ്പ് കൊടുത്തിട്ട് കണക്കോണി വിശേഷങ്ങൾ പറഞ്ഞ കാര്യമല്ല. ഞങ്ങള് വെള്ളയപ്പം കഴിച്ചു തുടങ്ങി. സുന്ദരിമണി സൈഡ് നിന്ന് കഴിക്കണ പോലെ അല്ലെങ്കിൽ വേറെ കശാരം എടുക്കാ വെച്ചാ ഇങ്ങോട്ട് ഇരിക്കേ കശാരം നീക്കട്ടെ. നല്ല ഇറങ്ങ് അച്ഛൻ വേറെ കസാര എടുത്തുള്ള എടുക്കണ്ട. നീങ്ങിരുന്നാ മതി. കഴിക്കാൻ ഞങ്ങളെ പ്ലാൻ ഇല്ലേ? ഓക്കെ, ഇനി വേണ്ട അച്ഛൻ തരാം. വെക്കണ്ട ഉണ്ണി, കൈ പൊള്ളി. അച്ഛന്മാരെ കുഴപ്പമില്ല, അച്ഛൻ ശ്രദ്ധിക്കണ്ട. സുന്ദരിമണി നല്ല ദേഷ്യമണി കേട്ടാ. അച്ഛമ്മേനായിട്ട് ദേവട്ടീനായിട്ടൊക്കെ പിണങ്ങി. സുന്ദരിമണിൻ്റെ ദേവട്ടി അച്ഛമ്മ എടുത്ത് തോർത്ത് അച്ഛമ്മ എടുത്തു താഴത്ത് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് പിണങ്ങിയിട്ട് തന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല കറക്റ്റ്. ദേവട്ടമണി വന്നാൽ അറിയാം. ദേവട്ടമണിന് അച്ഛമ്മേനെയൊക്കെ കൊണ്ടാക്കിക്കോ എന്നൊക്കെ പറയുന്നുണ്ട് വിഷമമായിട്ട്. പക്ഷെ ഇതിന് വീഡിയോയിൽ കരയൊന്നുമില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ സെറ്റ് ബേബിയെ മുടിയൊക്കെ മാറ്റാൻ കാണാം. പക്ഷെ ഞങ്ങൾ ഇവർക്കൊക്കെ ശിക്ഷ മാത്രം കൊടുക്കുള്ളൂ കേട്ടോ. അത് ചൂടാടെ കണ്ണാ, ചൂടാറട്ടെ. ഇളക്കി ചൂടാറി വേമേ കഴിക്കുക. ദേവട്ടി വന്ന് നേരം നോക്കെ അയ്യോ 8 പറയാ. നമ്മളെ ദേവട്ടി കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ കൈക്കിൽ കഴിയണം കേട്ടോ. ഉണ്ണി മാറ്റി ഊതി കഴിയട്ടെ കണ്ണാ. പക്ഷെ പറഞ്ഞിട്ട് 2 കണ്ട് കഴിക്കരുന്നത്. അപ്പം ഇന്നത്തെ നമ്മള് എന്തൊക്കെയെന്ന് പറഞ്ഞെടുത്തേ? ഉണ്ണിക്ക് വെള്ളയപ്പം കുറുമക്കറിയാണ്. പിന്നെ ഉണ്ണി അച്ഛമ്മൂടും ദേവട്ടി ഒരു കയ്യേ ഈ കൈ മാറ്റിച്ചേ. വേണ്ട, അത്ര പൊട്ടിച്ചാൽ മതി. അച്ഛമ്മോടും ദേവട്ടിയോടും പിണക്കത്തിലാണ്. സാധാരണ കൂടുതൽ പിണങ്ങാരോടാ, എപ്പോഴും പിണങ്ങാരോടാ. സ്വത്താർക്ക് എത്ര പിണങ്ങിയാലും കുഴപ്പമില്ലാത്ത ഒരാളാണ് കൂട്ടുള്ളത്. സ്വത്താർ എന്നോടാണ് അമ്മ ഉള്ളു വെവ്വേറുപാട്ടാ വെള്ളയപ്പത്തിന്റെ. ഒക്കെ അങ്ങനെ തന്നെയാ, രണ്ടും അങ്ങനെ തന്നെ. ആര് പാട്ട് പാടണം? അച്ചാച്ചൻ വന്നിട്ട് പാട്ട് പാടണം ആരെയൊക്കെ ചോദിച്ചിട്ട്. അത് സിനിമയിലത്തെ പാട്ടാവില്ലുണ്ടായി. ഞങ്ങളൊന്നല്ല. വാലിയാരി അമ്മ വെള്ളയപ്പം വേറെതായോ? ദേവട്ടി ഇറങ്ങി ഉയ്യോ പുലി ഇറങ്ങിയ പോലെ ദേവട്ടി ഇറങ്ങി. പക്ഷെ ഒരു വെള്ളയപ്പം ഉള്ളിത്ര കറിയില്ലാത്ത വെള്ളയപ്പം ഇതിക്കും കഴിക്കാൻ പറ്റുന്ന തോന്നില്ല കേട്ടോ. മുടിയിലൂടെ വെള്ളം കിട്ടും പറഞ്ഞാൽ. എന്താണ് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും സുന്ദരിമണിയെ പോലെ എല്ലാ കുട്ടികളും സുന്ദരിമണിയെ പോലെ ഗുഡ് കുട്ടിയായിട്ട് കഴിച്ചിട്ടല്ലേ പോവുക. ചില കുട്ടികൾ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കും, ചില കുട്ടികൾ അച്ഛനമ്മമാരി കൊടുക്കും. ഞാൻ ഉണ്ണിയോടെ എപ്പോഴും പറയും ഉണ്ണിക്ക് ഭാഗ്യമുണ്ട്, ഉണ്ണിക്ക് ഭക്ഷണം വാരിത്തരാൻ അച്ചായിണ്ട്, മേക്കപ്പ് ചെയ്യാൻ ദേവട്ടി ഉണ്ട്, പാപ്പ ഉണ്ടാക്കി തരാൻ അച്ഛമ്മ ഉണ്ട്, കൊണ്ടാക്കി തരാനും കൊണ്ടാനും അച്ചാച്ചുണ്ട്. അതെല്ലാം ഏറ്റവും വലിയ ഭാഗ്യം. എത്ര കുട്ടികൾക്ക് അതൊന്നും ഇല്ലാത്തത്. ഏറ്റവും വലിയ ദേവട്ടി ഇറങ്ങി ഒരു മിന്നായം പോലെ, ഒരു തീ പോലെ, ഒരു മിന്നായം പോലെ. കറക്റ്റല്ലേ? പറയണ്ട. എടുക്കും ഞങ്ങള് അലമാര. എന്നിട്ട് ജഡ്ഡു എടുത്തു എന്ന് പറഞ്ഞപ്പോൾ ഇതും കൂടി എടുത്തു. ദേവട്ടി ഉണ്ണി ദേവട്ടിയോട് പിണങ്ങാനുള്ള കറക്റ്റായിട്ടുള്ള കാര്യം എല്ലാവരോടും പറയണ. അറിയില്ല കേട്ടോ.
തീരുമാനം ഉണ്ടാക്കണം. അപ്പൊ എന്താ ഞാൻ എനിക്കൊന്നറിയില്ല. തീരുമാനം ഉണ്ടാക്കണോണ്ട് അതൊക്കെ അറിഞ്ഞിട്ട് തീരുമാനം ഉണ്ടാക്കണം. ദേശീയപണിയാണ്. അതെ ചേട്ടൊപ്പം കഴിച്ചോട്ടാ. കുട്ടി പോയിട്ട് കഴിക്കാൻ ദൈവട്ടിക്ക് എനിക്കിത് കഴിക്കാൻ പറ്റുന്നില്ല. ഞാൻ ചിലപ്പോഴായിക്കുള്ളൂ. ഇത് രസമല്ലോ, ഇതിന്റെ ഉള്ളൊന്നും വന്നിട്ടില്ല. അതല്ലേ അച്ഛ തരേണ്ടത് ഇത് കഴിക്കേ. ഉരുളങ്ങൾ കൂട്ടില തരുന്നത് വേമയും കഴിക്കേ. ദേവട്ടി ഇറങ്ങിയില്ലേ, പുലി ഇറങ്ങണ പോലെ ദേവട്ടി ഇറങ്ങും. കണ്ടില്ലേ, ഫയറാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്തോരം ബുക്ക് കൊടുത്തേക്കണം. ഈ കുട്ടികളെ പുറമൊക്കെ ഇതാവില്ലേ. ആകെ 2 സബ്ജക്റ്റേ ഉള്ളൂ. അതിന് മലയാളം കൊണ്ടുപോകണം വെച്ചെങ്കിൽ മലയാളത്തിന് ടെക്സ്റ്റ് ബുക്ക് വേണം, ഒരു നോട്ട് ബുക്ക് വേണം, പിന്നെ അതിൻ്റെ ഒരു ആക്ടിവിറ്റി ബുക്ക് വേണം. കൊണ്ടുപോകണമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം നോട്ട്ബുക്ക്, നെക്സ്റ്റ് ഡേ ടെക്സ്റ്റ് ബുക്കും ആക്ടിവിറ്റി ബുക്കും വേണമെങ്കിൽ ഒരുമിച്ച് കൊണ്ടുപോകാം. കാരണം അത്ര വെയിറ്റ് ഒന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ 2 സബ്ജക്റ്റിന് 6 ബുക്കോളം എന്തായാലും അവർ കൊണ്ടുപോകണം ടെക്സ്റ്റ് നോട്ടായിട്ട്. അത് കൂടാണ്ട് റഫ് ബുക്ക് വേണം, അത് കൂടാണ്ട് ഡിറ്റക്ഷൻ ബുക്ക് വേണം, പിന്നെ ബോക്സ്, ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടിൽ. ഇതൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് വെയിറ്റ് കൂടില്ലേ. എനിക്ക് തന്നെ പിടിക്കുമ്പോൾ ബുദ്ധിമുട്ടാ. 2 ലൈനും 4 ലൈനൊക്കെ ടീച്ചർ പറഞ്ഞായിരുന്നു. ഞാൻ പറഞ്ഞു ആവശ്യമുള്ള ദിവസം പറഞ്ഞാൽ അന്ന് മാത്രം കൊടുത്തയക്കുള്ളൂ. അതും കൂടി വെച്ചാൽ കുട്ടികളുടെ അവസ്ഥ എന്താവും. അതല്ലാതെ 200 പേജിൻ്റെ ഒരു നോട്ട്ബുക്കും വേണം. അപ്പം അങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുക, ശ്രദ്ധിക്കുക. കാരണം 1ാം ക്ലാസ്സിലൊക്കെ ആയിട്ടുള്ളൂ. ആ കുട്ടികളുടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു 10 പുസ്തകമൊക്കെ എന്തിനാണ് പറയൂ? 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ശരിക്കും എത്ര പുസ്തകം വേണം? ഗവൺമെന്റ് പിന്നെ ടീച്ചർമാർ ഇതൊക്കെ തീരുമാനമാക്കണം. മലയാളം മാത്സും കൂടിയിട്ട് 2, 4, 6 ബുക്ക് ഉണ്ട്. പിന്നെ ഒരു ഡിറ്റക്ഷൻ ബുക്ക്. എന്താണ്ട് അന്നെ കാണാണ്ട് പിന്നെ എന്തിനാ ഇങ്ങനെ തല്ലിട്ട് നോക്കണ്? അത് കൂടാതെ ലഞ്ച് ബോക്സ്, വാട്ടർ ബോട്ടില്, പിന്നെ ബോക്സ്. എന്തിനാടാ കൈയിടുന്നതിന് വേണ്ടി ഞാൻ എന്താ കുറുമ്പൂത്? 2 സബ്ജക്ട് എടുക്കണുള്ളൂ, സമ്മതിച്ചു. പക്ഷെ 2 സബ്ജക്റ്റിന് എല്ലാ ബുക്കും എന്തായാലും ഒരുമിച്ച് എടുക്കണ്ട. ദേവട്ടി സൈഡിൽ നിന്ന് തുടങ്ങിക്കോ. ഞങ്ങളുടെ കൈട്ടാ ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങളിപ്പോ തീർക്കും. എന്താ ചെയ്യുന്ന വെള്ളപ്പം കൊണ്ടുപോകുക. ഓക്കെ, സുന്ദരമണിക്ക് സ്കൂളിൽ നിന്ന് ബിരിയാണിയാണെന്ന് അറിയില്ല ബുധനാഴ്ചയായിട്ട്. അപ്പൊ എന്നാലും കുറുമകറി വേണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അറിയില്ല ബിരിയാണി കിട്ടില്ല. കാണിക്കാച്ച സംഭവം വെച്ചു കാണിക്കേ നേരങ്ങളല്ലേ. ഇനി അതിൽ മുക്കിയിട്ട് മുട്ട പുഴുങ്ങിയതൊന്നും കഴിച്ചാൽ നേരെ കേട്ടോ. ദേവട്ടിക്ക് ഇന്ന് 9 മണിയാണ്. സുന്ദരമണിക്ക് 8:30 കഴിഞ്ഞ വണ്ടി വരും. ഇപ്പോൾ 2 ഇടയിൽ കിടന്ന് തിക്കുന്ന തിരക്കിൽ കിടന്ന് ഓടുന്നത് ഞാനാണ്. എനിക്ക് വെള്ളപ്പം കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഗൈസ്. ഇനി കോഴിമുട്ട എടുക്കല്ലേ? ഇനി വെള്ളപ്പം വേണോ? കോഴിമുട്ട ഫുള്ളാ. ഇനി കോഴിമുട്ട കഴിഞ്ഞിട്ട് വെള്ളപ്പം എടുക്കാട്ടാ. കോഴിമുട്ട കഴിഞ്ഞിട്ട് വെള്ളപ്പം എടുക്കാം അല്ലേ? ഇനി കോഴിമുട്ട കഴിഞ്ഞിട്ട് വെള്ളപ്പം എടുക്കാം. ഇവിടെ വെള്ളപ്പം ഉണ്ട്. ഇതിങ്ങനെ മുഴുവൻ കഴിക്കണ കുറുമ്പോ? മുഴുവൻ കഴിക്കും. പിന്നെ എന്നിട്ട് പറയാണ്ടില്ലേ ചിക്കൻ തിരക്കാണ്. ഇനി എന്ത് വേണ്ട? അവിടുന്ന് ഫുഡ് കഴിക്കാൻ തോന്നോ? ബിരിയാണി ആണെങ്കിൽ ബിരിയാണി കഴിക്കാൻ തോന്നുന്നു. ബിരിയാണി അപ്പൊ ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ അച്ഛമ്മോടും ദേവട്ടിയുടെ സുന്ദരമണി പിണക്കാണ്. പിന്നെ അച്ഛമ്മേനും ദേവട്ടീനും ഇന്ന് കൊണ്ടാക്കിക്കോന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞങ്ങൾ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് ക്ഷമിക്കാനൊക്കെ വിചാരിച്ചിട്ടുണ്ടല്ലോ. വരെ അത് ഞങ്ങൾ ആലോചിച്ചിട്ട് ചെയ്യാം നമുക്ക്. കുഞ്ഞു വെള്ളയപ്പം വേണോ? ചെറിയ കഷ്ണം കൂടി കഴിക്കണം. കഴിച്ചോ കുട്ടിക്ക്. കരച്ചിൽ മണിയാണ്. അപ്പൊ ഞങ്ങൾക്ക് പാപ്പു എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് പറയുന്നത് വെള്ളയപ്പം കുറുമക്കറിയാണ്. പിന്നെ ഉണ്ണിക്ക് മുട്ട പുഴുങ്ങിയതുണ്ട്. ഞാൻ ദേവട്ടി കൊണ്ടുപോവാണ് ചെയ്യാറ്. ഞാൻ ചെയ്തരും ഉണ്ണി കഴിച്ച കഴിഞ്ഞു. നമ്മള് കൊണ്ടുപോലെ ചെയ്യാം. കുറുമക്കറി വെള്ളയപ്പം റെഡി. വെള്ളയപ്പം ഇതില്ല അതില്ല. കാണിക്കേ. എന്താണ് കാണിക്കാൻ ഇങ്ങോട്ട് തിരിയാണ്? കറിയൊക്കെ തരുള്ളത് കഴിക്കേ. ഇതാ കറി ഇരിക്കുന്നു.
അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇന്നത്തെ പ്രധാന വിഷയം ഞങ്ങൾ ചർച്ച ചെയ്യാൻ പോണത്, ഈ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് 10 പുസ്തകമൊക്കെ സ്കൂളിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, 10 പുസ്തകത്തോളം 10 പുസ്തകത്തിനോട് അടുത്ത് 8ഓ 10ഓ പുസ്തകം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ കൊണ്ടുപോകണം. ഈ വീഡിയോ കാണുന്നവർ അവരെ മക്കൾക്ക് എത്ര പുസ്തകം കൊടുത്തു വിടുന്നുണ്ട്? ഞാനൊക്കെ പഠിക്കുന്ന അതിൽ ഇത്ര അധികം പുസ്തകങ്ങളൊന്നും വേണ്ടി വന്നിരുന്നില്ല. ഇപ്പോഴത്തെ കുട്ടികൾക്ക് പുസ്തകം കൊണ്ടുപോകണം. അപ്പോൾ ബാഗ് പുറത്ത് ഇങ്ങനെ ഞാൻ നിൽക്കുന്നത് കണ്ടാലും നമുക്ക് ആ ബുദ്ധിമുട്ടറിയാം. അപ്പോൾ ഈ വീഡിയോ കാണുന്ന 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ 4 പേരുള്ള കുട്ടികളുടെ അമ്മമാരെ അച്ഛന്മാരെ ആരാണ് അഭിപ്രായങ്ങൾ പറയുക. എൻ്റെ അഭിപ്രായം 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 4 ബുക്കിൽ കൂടുതൽ കൊടുത്തു വിടരുന്ന അവസ്ഥ ഒഴിവാക്കണം എന്നാണ്. ഈ വീഡിയോ കാണുന്ന മന്ത്രിമാരൊക്കെ കാണുന്നവർ ഇതിന് അഭിപ്രായം പറയാം, അതിൽ തീരുമാനമാക്കുക. തുണി കഴിച്ചാൽ എനിക്കാണ് തുണി കഴിച്ചിട്ട് നിർത്താം. കഴിക്കുണ്ണി നേരായി. ഇതും കൂടി അച്ഛൻ സ്നേഹം. ഓക്കെ, അച്ഛൻ സ്നേഹം നേരായി. അച്ഛമ്മ ഉണ്ണിക്ക് കുടിക്കാൻ വെള്ളം. അച്ഛൻ സ്നേഹം. എന്നിട്ട് വൈൻഡപ്പ് ചെയ്തോ. ബായ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ബായ് ബായ്.